ഈ രണ്ട് ഗായികമാരും പാടിയിരിക്കുന്നത് ഞാൻ വോക്കൽ മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ദീ പാടിയ വേർഷന്റെ വോക്കൽ ഒന്ന് കേട്ടു നോക്കാം. ഇനി ഇത് തന്നെ ചിന്മയി ഓഡിയോ ലോഞ്ചിൽ പാടിയിരിക്കുന്നത് കൂടി നമുക്ക് കേട്ടു നോക്കാം. വൗ എന്നേ പറയാൻ പറ്റൂ. രണ്ടുപേരും തമ്മിൽ വളരെ വ്യത്യാസങ്ങളുണ്ട്. നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടില്ലേ? ദീ വളരെ നല്ല ഗായികയാണ്. ദിയുടേത് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്നത് പോലെ ഒരു റെൻഡീഷനാണ്. ടെക്നിക്കലി എക്സലന്റ് ആയ ഒന്നാണത്. റോ ആയ എന്നാൽ സോൾഫുൾ ആയ യുണീക്കായ ഒരു വോയിസ് കൾച്ചറാണ് ദിക്കുള്ളത്. മുത്തമഴ ഇങ്ക് കൊട്ടിത്തീരാതോ, ആ കൊട്ടിത്തീരാതോ എന്ന് തീരുന്നത് ശ്രദ്ധിച്ചില്ലേ? എന്നാൽ ചിന്മയിയുടേത് വേറൊരു തലത്തിലുള്ള ശബ്ദമാണ്. ഒരു സ്ഫെറിക്കൽ ഷേപ്പുള്ള ശബ്ദം. ക്ലാസിക്കൽ ടച്ചോടുകൂടി തുടങ്ങുന്നു. കൊട്ടിത്തീരാതോ എന്ന് പാടുമ്പോൾ, കൊട്ടി എന്ന് പാടുന്നിടത്തെ ഹസ്കി ആയുള്ള ഒരു സംഗതിക്ക് ശേഷം തീരാതോ എന്ന് പാടുമ്പോൾ ദിയുമായി വലിയ വ്യത്യാസം. ചിന്മയിയുടേത് ഒരു പോളിഷ്ഡ് വോയിസ് ആണ്. ടെക്നിക്കലി പ്രൊവിഷൻഡ് ആണത്. വളരെ ക്ലിയർ ആയ, അതേപോലെ തന്നെ കൺട്രോൾഡും റിഫൈൻഡും ഫോക്കസ്ഡുമായ ഒരു ടോൺ ആണ് ചിന്മയിക്ക് ഉള്ളത്. മുത്തമഴ ഇങ്ക് കൊട്ടി തീരാതോ, മുല്ലൈ ഇരവുകൾ പക്തി എരിയാതോ എന്ന് ദീ പാടുമ്പോൾ, ദീ പാടുന്നത് ഒരു റോ, ഒപ്പം ഒരു ഇമോഷണൽ എഡ്ജാണ് കേൾക്കുന്നവർക്ക് കിട്ടുക. കുറച്ചൊന്ന് റാസ്പി ടോൺ ആണ് ദിയുടെ വോയിസിനുള്ളത്. നേരെ സ്ട്രെയിറ്റ് ആയിട്ട് പാടുന്നത് പോലെ. എന്നാൽ ഇതേ ഭാഗം ചിന്മയി പാടുന്നത് കൃത്യമായ പ്രിസിഷനോട് കൂടിയാണ്. പ്രൊനൗൺസിയേഷൻ വളരെ ക്ലിയർ ആണ്. പാടുമ്പോൾ സട്ടിലായിട്ടുള്ള വിബ്രാറ്റോ പാട്ടിലെ ആ വരികളിലേക്ക് കൊണ്ടുവരുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഇവിടെ പാട്ടിൻ്റെ മെലോഡിക് ആസ്പെക്റ്റിനാണ് ചിന്മയി കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്, ഒരു റൗണ്ടഡ് വോക്കൽ അപ്രോച്ചോടുകൂടി. മുത്തമഴ ഇങ്ക് കൊട്ടിത്തീരാതോ, മുല്ലൈ ഇരവുകൾ പത്തിയെരിയാതോ എന്ന് പാടുന്നിടത്ത് രണ്ടുപേരുടെയും ഈ ഭാഗത്തെ കോൺട്രാസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? പാട്ടിൽ ഉടനീളം ഇതുണ്ട്. ചിന്മയിയുടെ ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആ പാട്ടിലേക്ക് അറിയാതെ ആകൃഷ്ടരായി പോകും. ആ ഒരു മാജിക്ക് ചിന്മയിയുടെ റെൻഡിഷനിൽ ഉണ്ട്.